നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയ ആൾ പിടിയിലായി. തിരുവനന്തപുരത്തെ പ്രശാന്തിനെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 3 മാസത്തിനിടെ വ്യാജ ബോംബ് ഭീഷണിയിൽ 3 പേരാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അറസ്റ്റിലാകുന്നത്. താൻ തമാശയ്ക്ക് ചെയ്തതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, വിശദാംശങ്ങൾ പറയൂ. എസ്കേഷൻ തമാശ കാര്യമായി എന്നുള്ളതാണ് ഈ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്ന് 2:10 തായ്ലാൻഡിലേക്ക് പോകാനെത്തിയതാണ് തിരുവനന്തപുരം സ്വദേശി പ്രശാന്ത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തിയപ്പോൾ അവർ ചോദിച്ചു ബാഗിൽ എന്താണെന്ന്. ആ ഘട്ടത്തിൽ അത് ഇഷ്ടപ്പെടാത്ത പ്രശാന്ത് പറഞ്ഞു ബാഗിൽ ബോംബാണ് എന്ന്. ഇത് ആവർത്തിച്ച് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് വിമാനത്തിൽ നിന്ന് ഇറക്കി ഈ ബാഗ് തുടർച്ചയായി പരിശോധിച്ചത്. തുടർന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. താൻ തമാശക്ക് പറഞ്ഞതാണ്. ആ സമയത്ത് തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പശ്ചാത്തലം ഉണ്ടായ ഘട്ടത്തിലാണ് ഇത് ആവർത്തിച്ചതെന്നും പ്രശാന്ത് പോലീസിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അപ്പോഴും ഈ സുരക്ഷാ ഭീഷണി കണക്കിലെടുത്തുകൊണ്ടാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇത്തരം സംഭവങ്ങൾ സ്ഥിരമായി ആവർത്തിക്കപ്പെടുന്നു. കഴിഞ്ഞ മാസം മലപ്പുറം സ്വദേശി ഒരു വിമാനം ബോംബ് വെച്ച് തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരിക പ്രകടനമായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 3 പേരെയാണ് ഇത്തരത്തിൽ വ്യാജ ബോംബ് സന്ദേശവുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാത്രം അറസ്റ്റ് ചെയ്തത്. ഇത് ഇത്തരത്തിൽ തമാശക്ക് ആളുകൾ ഉന്നയിക്കുന്നതാണെങ്കിലും ഈ ഫ്ലൈറ്റ് ഉൾപ്പെടെ 2 മണിക്കൂർ ഡിലേ ആകുന്നത് വലിയ നഷ്ടം ആ കമ്പനികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇവരുടെ കേസ് നടപടികളുമായി ബന്ധപ്പെട്ട് ഇവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എസ് കെ. താങ്ക് യു വിഷ്ണു സുരേഷ്.